നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. കേരള സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരമുള്ള സൗജന്യ കലാപരിശീലനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആരംഭിച്ചു. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സൗജന്യമായി കല പരിശീലിക്കാനുള്ള അവസരമാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മാർഗംകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, കർണാട്ടിക് മ്യൂസിക്, മുടിയേറ്റ് എന്നിവയാണ് സൗജന്യമായി അഭ്യസിപ്പിക്കുന്നത്. പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം മണക്കാട് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്നു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ട്രീസ ജോസ് കാവാലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ A ജയൻ, ജിജോ ജോർജ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CN ബിന്ദു, ജോയിന്റ് BDO E സിയാദ്, മണക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M മധു, ടിസി ജോബ്, റോഷ്നി ബാബുരാജ്, ഓമന ബാബു, VB ദിലീപ് കുമാർ, ലിൻസി ജോൺ, വജ്രജൂബിലി ഫെലോഷിപ്പ് ക്ലസ്റ്റർ കൺവീനർ ചന്ദന മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകളായ ബിജു കല്ലറയ്ക്കൽ, അനന്തു എബി, അനന്തു സാബു, PV കൃഷ്ണപ്രിയ, പ്രവിത പ്രഹ്ലാദൻ, അനില ചിന്നപ്പൻ, ഉമേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സൗജന്യ കലാപരിശീലനം ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 31 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ക്ലസ്റ്റർ കൺവീനർ ചന്ദനമോഹൻ അറിയിച്ചു. ഫോൺ 6236268457. കേരളോത്സവം പോലെയുള്ള കലകൾ കേരളോത്സവത്തിൽ നമുക്കറിയാം 18-നും 40-നും ഇടയ്ക്കുള്ളവർക്കാണ് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം അന്യം നിന്ന് പോകുന്ന കലകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അതിനെ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളപ്പോൾ ഇത് പ്രായഭേദമന്യാണ് നമുക്ക് ഈ കലയ്ക്ക് പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമുക്കറിയാം ഒരു ഏജൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തർക്ക് ഏജ് കഴിഞ്ഞവർക്കും ഓരോ കലകളിലോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കതിലോട്ട് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് പ്രായഭേദം തന്നെയാണ്. നമുക്കൊരു കലയെ സ്നേഹിക്കുന്നവർക്ക് ഒരു പഠിക്കാനുള്ളൊരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇനിയും ആൾക്കാർ കൂടാനായിട്ടുണ്ട്. നമുക്കറിയാം ഓരോ ഭാഗത്തേക്കായിട്ട് നമ്മൾ മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പോകാനുള്ള സൗകര്യങ്ങളും അത് ശനി ഞായർ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 2023 2 കലകളായിരുന്നു. ഒന്ന് ചിത്രരചനയും മുടിയേറ്റുമായിരുന്നു. അത് ഉറപ്പുഴ പഞ്ചായത്തിൽ നമുക്കറിയാം ക്ഷേത്രകലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാർക്കാണെങ്കിലും കൂടുതലും അപേക്ഷകൾ വന്നുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ ഇപ്പം അതല്ല, അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതേപോലെ തന്നെ പഠിക്കാൻ കഴിവുള്ള ആർക്കും ഇതിലും പങ്കെടുക്കാം. തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. നമുക്ക് മണർകാട് പള്ളിയിലെ 8 നോമ്പ് തിരുനാളുമായി ബന്ധപ്പെട്ട ചരിത്രപ്രസിദ്ധമായ ഒരു തിരുനാളാണ് 8 നോമ്പ് തിരുനാൾ. കേരളമാകെ ശ്രദ്ധിക്കുന്ന, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവരും ശ്രദ്ധിക്കുന്ന ഈ 8 നോമ്പ് തിരുനാൾ ഭംഗിയായി ഫലപ്രദമായി എല്ലാ വർഷത്തേക്കാളും വിജയകരമായി നടത്തുന്ന രൂപത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു ഏകോപനം. അപ്പോൾ അതിൽ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ നല്ല രൂപത്തിൽ സഹകരിക്കും. പ്രത്യേകിച്ച് കളക്ടറും സബ് കളക്ടറും എല്ലാം രംഗത്തുണ്ട്. ADM ഉണ്ട്, SP-യും DYSP-യും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഞാനും ഉണ്ടാവും സ്ഥലത്ത്. അപ്പോൾ എല്ലാ നിലയിലും ഭംഗിയായിട്ട് നമുക്ക് ഈ പെരുന്നാൾ നടത്തി തീർക്കാൻ എല്ലാവരുടെയും സഹായം, സാന്നിധ്യം, പങ്കാളിത്തം, നേതൃത്വം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൊതു തീരുമാനമാക്കിയത് മാറ്റിക്കൊണ്ട് നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാം. UDF KSRTC ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ സംസ്ഥാന സമരപ്രഖ്യാപന കൺവെൻഷൻ കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. M വിൻസെൻ്റ് MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA VS ശിവകുമാർ, മുൻ MLA KC ജോസഫ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, TDF വൈസ് പ്രസിഡന്റ് T സോണി, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G ഗോപകുമാർ, സംസ്ഥാന ഭാരവാഹി PS സിജി തുടങ്ങിയവർ സംസാരിച്ചു. ഇസ്രായേലിൽ പാലാ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. പാലാ ചക്കാമ്പുഴ സ്വദേശിനി രൂപാരാമൻ മഞ്ഞപ്പള്ളിയിൽ ആണ് മരണമടഞ്ഞത്. ഇസ്രായേലിലെ ആഷ്കലോണിലുണ്ടായ വാഹനാപകടത്തിലാണ് മരണം സംഭവിച്ചത്.
രൂപ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അംഗങ്ങൾക്കൊപ്പം സഞ്ചരിച്ച കാറിൽ മറ്റൊരു വാഹനമിടിച്ചാണ് അപകടം ഉണ്ടായത്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരികയാണ്. വസ്തുവിൻ്റെ പോക്കുവരവ് ചെയ്തു നൽകാത്ത റവന്യൂ അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് മീനച്ചിൽ താലൂക്ക് ഓഫീസിനു മുൻപിൽ ബധിരനും മൂകനും 78 വയസ്സുകാരനുമായ നീലൂർ പൂവേലിൽ ചാക്കോയും ഭാര്യ ഡെയ്സിയും ധർണ നടത്തി. 1986 രാമപുരം രജിസ്റ്റർ ഓഫീസിൽ വിലയാധാരപ്രകാരം വാങ്ങിയ ഭൂമി പിന്നീട് നടന്ന റീസർവേ സമയത്ത് അന്നത്തെ റവന്യൂ അധികാരികൾ സ്ഥാപിത താൽപ്പര്യാർത്ഥം കൃത്രിമ രേഖകളുണ്ടാക്കി തൽപര കക്ഷികൾക്ക് പോക്കുവരവ് ചെയ്തു നൽകി. അങ്ങനെ നഷ്ടപ്പെട്ട ഭൂമി തിരികെ ലഭിക്കുന്നതിനായി 2008 മുതൽ സർക്കാരിൻ്റെ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങുകയും ഒപ്പം തന്നെ റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, കോടതി എന്നിവിടങ്ങളിൽ പരാതികളും നൽകി. 2017 താലൂക്ക് ഓഫീസിന് മുമ്പാകെ നടത്തിയ സമരത്തെ തുടർന്ന് 2018 RDO തെറ്റായി ചെയ്ത പോക്കുവരവ് റദ്ദാക്കി. ഇതിനുശേഷവും പോക്കുവരവ് ചെയ്തു നൽകാത്ത അധികാരികൾക്കെതിരെ വീണ്ടും പരാതികളുമായി മുന്നോട്ടു പോയതിന് ജില്ലാ കളക്ടറുടെയും കോടതിയുടെയും ഉത്തരവുകൾ ലഭിക്കുകയും ഈ ഉത്തരവ് പോലും മാനിക്കാത്ത അധികാരവർഗത്തിനെതിരെ 78 വയസ്സുള്ള ചാക്കോയും ഭാര്യ ഡെയ്സിയും സമരം നടത്തുകയായിരുന്നു. സമരസ്ഥലത്തെത്തിയ തഹസിൽദാർ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ പോക്കുവരവ് ചെയ്തു നൽകുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയ് കളരിക്കൽ സമരത്തിന് നേതൃത്വം നൽകി. 2008 മുതൽ ഞങ്ങൾ ഈ വസ്തുവിന് പോക്കുവരവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓഫീസ് വഴി കയറി നടക്കുന്ന റവന്യൂ ഓഫീസ് വഴി കയറി നടന്നതിന് ശേഷം ഞങ്ങളുടെ വസ്തു പുറമ്പോക്കായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉത്തരവ് തന്നത്. അതിനുശേഷം പുറമ്പോക്കല്ല എന്ന് ഞങ്ങൾ രേഖകളെല്ലാം കൊടുത്തു. പുറമ്പോക്കല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വസ്തു തെറ്റായിട്ട് മാത്യുവിന് ഞങ്ങൾ സഹോദരന് ചെയ്തു കൊടുത്തു. അവരുടെ പേരിൽ നിന്ന് കേസ് കിടക്കുവാണ്. ആ കേസിൽപ്പെട്ട വസ്തു കേസ് തീർന്നാൽ മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ RDOയ്ക്ക് പരാതി കൊടുത്തു. RDO അത് പഠിച്ച് ഞങ്ങൾക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കാൻ അത് റദ്ദ് ചെയ്തു. അങ്ങനെ റദ്ദ് ചെയ്ത ശേഷം RDOയുടെ ഉത്തരവിനെതിരെ അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഇത് പഠിക്കാൻ പറഞ്ഞ് RDOയ്ക്ക് വീണ്ടും കൊടുത്തു. അങ്ങനെ RDO രണ്ടാമതും പഠിച്ചു. അത് പഠിച്ചതിന് ശേഷം പിന്നെ കളക്ടറോട് അവർ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. ആ ഹൈക്കോടതിയിലെ കേസിൽ കളക്ടറോട് പഠിക്കാൻ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിട്ടു. അങ്ങനെ കളക്ടറും 2 പ്രാവശ്യം പഠിച്ചു. ഞങ്ങൾക്ക് അനുകൂല വിധി തന്നെ വന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങളോട് ഉത്തരവിട്ടിട്ട് പറഞ്ഞു, ഈ വസ്തു ചാക്കോയ്ക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കുന്നതിന് ഈ കേസ് തടസ്സമല്ല, ചാക്കോയ്ക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. 2018 ഇടക്കാലം ഉത്തരവ് വന്ന ആ ഉത്തരവ് വന്നിട്ടും ഇവർ പോക്കുവരവ് ചെയ്തിരുന്നില്ല. വീണ്ടും കോടതിയുടെ ഉത്തരവുകൾ മുനിസിപ്പൽ കോടതിയുടെ സബ് കോടതിയുടെ വന്നു. അവിടുന്ന് ഈ വസ്തു ചാക്കോയ്ക്ക് പോക്കുവരവ് ചെയ്ത് കൊടുക്കുന്നതിന് തടസ്സമല്ല എന്ന് മുനിസിപ്പൽ കോടതിയും പറഞ്ഞു. ആ കേസ് ഞങ്ങൾക്ക് അനുകൂല വിധി വന്നു. ഇപ്പം നിലവിൽ അവർ കൊടുത്ത രണ്ടാമത്തെ കേസ് അപ്പീൽ തള്ളിക്കൊണ്ട് ചാക്കോയ്ക്ക് പോക്കുവരവ് കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കെ ഞങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇനിയും പഠിക്കണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഈ നിരാഹാര സമരം ഇരിക്കുന്ന 80 വയസ്സ് അടുത്തുള്ള ഈ ചാക്കോച്ചൻ, പൂവലി ചാക്കോച്ചൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. ഇവരിങ്ങനെ ഈ വാർഷിക സാഹചര്യമായ ഈ ജീവിതത്തിൽ ഇവിടെ വന്ന സ്ഥിരം രോഗിയായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ ഈ സമരത്തിലേക്ക് എത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഇതിന് മറുപടി പറയണം. അവരുന്നയിച്ചിരിക്കുന്ന പ്ലാക്ക് കാർഡിലുള്ള ഒറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല. ഇവിടെ പല തഹസിൽദാരും ഡെപ്യൂട്ടി തഹസിൽദാരും എല്ലാം ഇവിടെ ഇറങ്ങി വന്നു ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് ചെയ്യാം. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ 17 വർഷങ്ങളിൽ നടത്തിയ സമരം ഇനി എത്ര കാലം കൂടി ഇവിടെ ഇരിക്കണം? എനിക്കറിയാം 2008 മുതൽ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങുന്ന 2020 വർഷം മുമ്പ് അന്നിരുന്ന ഉദ്യോഗസ്ഥർ കാണിച്ച നെറുകേട്, അഴിമതി, അന്ന് നടത്തിയ സ്ഥാപിത താൽപ്പര്യാർത്ഥം ഒന്നുമല്ലാതെ ഒരു കക്ഷികൾക്ക് ഇവരുടെ വസ്തുവിൽ ചാക്കോ രജിസ്റ്റർ ചെയ്ത സ്ഥലം രാമപുരം രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത സർക്കാർ പറഞ്ഞ അടച്ച കുതിരപ്പത്ത് ഫീസ് വില അടച്ച് കിട്ടിയ വസ്തു വിലയാധാരപ്രകാരം കിട്ടിയ വസ്തുവാണ് പോക്കുവരവ് ചെയ്യാതെ ഇരുന്നപ്പോൾ അവർ പോയി സ്ഥാപിത താല്പര്യം അത് മിണ്ടാനും സംസാരിക്കാൻ ചെവി കേൾക്കാത്ത ഒരാളുടെ ചെയ്തു കൊടുത്താൽ ആരും ഒന്നും ഇടപെടുകയില്ല, പ്രതികരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടി വന്ന സ്ത്രീകളെല്ലാം 1-2 തവണ ഇറങ്ങി പൊക്കോളും എന്ന് അവർ കരുതി. പക്ഷേ അത് തെറ്റാണ്. ഇവരെൻ്റെക്ക് വരുന്നത്. അമ്മയ്ക്ക് പിന്നാലെ മകനും മരിച്ചു. പൂഞ്ഞാർ മണിയൻകുന്ന് വെട്ടുവയലിൽ ജോണി VPയുടെ ഭാര്യ അൽഫോൺസ ജോണി ശനിയാഴ്ച മരിച്ചിരുന്നു. ഇന്നലെ സംസ്കാരം നടത്തുകയും ചെയ്തു. മകൻ അജിത് വിജയും ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അൽഫോൺസയുടെ സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയതിന് പിന്നാലെ രാത്രി 11 മണിയോടെ അജിത്തും മരിച്ചു. 27 വയസ്സായിരുന്നു. ഭൗതിക ശരീരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് പിതാവ് ജോണിയുടെ സഹോദരൻ കുഞ്ഞിക്കൊച്ചിൻ്റെ വസതിയിലെത്തിക്കും. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വീട്ടിൽ ആരംഭിച്ച് പൂഞ്ഞാർ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിൽ നടക്കും.
പൂഴിക്കോൾ സെൻറ് മർത്താസ് യു പി സ്കൂളിൻ്റെയും സെൻറ് ലൂക്സ് എൽ പി സ്കൂളിൻ്റെയും 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഔഷധ സസ്യത്തോട്ട നിർമ്മാണവും പച്ചക്കറി തോട്ടത്തിനും തുടക്കം കുറിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു പാറത്തോട്ടുംകരയിൽ ഔഷധ സസ്യ പൂന്തോട്ട നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെൻറ് മർത്താസ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മജീഷ്യൻ ജെയിംസ് ചെട്ടിയാത്ത് നടത്തിയ മാജിക് ഷോ കുട്ടികൾക്ക് ആനന്ദവും അത്ഭുതവും സന്തോഷവും പകരുന്ന ഒന്നായി മാറി. ചടങ്ങിൽ ജൂബിലി കൺവീനർ ജോയ്സ് തോമസ്, പ്രധാന അധ്യാപിക ഷാൻഡി സനൽ, PTA പ്രസിഡന്റ് ഷിജു കുര്യാക്കോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അധ്യാപകരും അനധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളുമടക്കം നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷികൾക്കും കഴിയത്തക്ക വിധം അതിൽ നിന്ന് വിരിയുന്ന പൂക്കളും ഫലങ്ങളും വിഷാംശമില്ലാത്തതാണെങ്കിൽ മാത്രമേ അത്തരം പറവുകളും പൂമ്പാറ്റകളും ഒപ്പം പക്ഷികളും കടന്നു വരികയുള്ളൂ. ആ പക്ഷികളെയും പൂമ്പാറ്റകളും ഒരുപക്ഷെ പ്രകൃതിക്ക് നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിന് നന്മയുടെ ഫലങ്ങൾ അവരെ അറിയാതെ അവരുടെ വിശ്വാസത്തിലും അവരുടെ സാന്നിധ്യത്തിലും ഈ പ്രകൃതിക്ക് തന്നെ നന്മ ഉണ്ടാവും. ആ നന്മ നമുക്ക് മനുഷ്യരുടെ ആവാസത്തിനും ആരോഗ്യത്തിനും തുറന്നുള്ള നല്ല ചിന്തകൾക്കും പര്യാപ്തമായ രീതിയിൽ ഈ പ്രകൃതിയെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിന് ചുറ്റും നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ജൂബിലി കമ്മിറ്റി എടുത്ത നല്ല തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഔഷധ സസ്യ നിർമ്മാണ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കൂളിന് ചുറ്റും വയ്ക്കുക. നിങ്ങൾക്ക് പൂക്കളൊക്കെ ഇഷ്ടമല്ലേ അല്ലേ? അപ്പോൾ നമ്മളിത് പൂക്കളൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിന് വെയിലാണെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ വെള്ളം ഒഴിച്ച് നനയ്ക്കണം. നല്ല നിങ്ങളുടെ വീട്ടിലുള്ള ജൈവ വളങ്ങൾ കൊണ്ടുവന്ന് മരങ്ങൾക്ക് ഇട്ടുകൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല പൂമ്പാറ്റയെ ഇഷ്ടമാണോ? പൂമ്പാറ്റകൾ. അപ്പോൾ പൂമ്പാറ്റയെയും അതുപോലെ നല്ല പക്ഷികൾ, നാടൻ പക്ഷികൾ, അതുപോലെ അണ്ണാൻ, അതുപോലെ മറ്റ് ജീവികൾ, അവയൊക്കെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തും നമ്മുടെ ആ ആവാസ വ്യവസ്ഥയിലേക്ക് അവ കടന്നു വരികയും അവ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം. ഇന്ന് രാവിലെയാണ് മൂവാറ്റുപുഴ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിലെ ബസിന് പിറകിൽ ടോറസ് ലോറി ഇടിച്ച അപകടമുണ്ടായത്. മൂവാറ്റുപുഴ മണിയംകുളം കവലയിലാണ് അപകടം നടന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന വാഹനത്തിന് പിന്നിലേക്ക് വേഗത്തിലെത്തിയ ടോറസ് ലോറി ഇടിച്ചു കയറുകയായിരുന്നു. മറ്റൊരു സ്കൂൾ വാഹനത്തിലും ഇടിച്ചു. 2 ആശുപത്രികളിലായി 20ഓളം വിദ്യാർത്ഥികൾ ചികിത്സയിലുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഓടിക്കൂടിയ നാട്ടുകാരാണ് വിദ്യാർത്ഥികളെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ടോറസ് ലോറികളുടെ അമിത വേഗത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത്. അതുപോലെ തന്നെ ഈ ടിപ്പർ ലോറികൾ, ടോറസുകൾ അടക്കമുള്ള വാഹനങ്ങൾ സമയത്തിന് ഓടിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഈ ലോറികൾ മുഴുവൻ ലോഡും കയറ്റി വന്ന 9 മണിയാകുമ്പോൾ ചാലിക്കര ബൈപ്പാസ് റോഡിൽ വന്ന് തമ്പടിക്കുകയാണ്. 10-40 ലോറികൾ വന്ന് റോഡിന്റെ ഇരു സൈഡുകളിലും ഇട്ട് പാർക്ക് ചെയ്യുന്നതും ഈ മറ്റുള്ള വാഹനങ്ങൾക്ക് പോകുന്നതിന് ഭയങ്കരമായ തടസ്സമുണ്ടാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ 250 ഫൈൻ മേടിച്ച ആ വണ്ടികളെ മുഴുവൻ അവിടെ ഹാൾട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതും ഇല്ലാതെ ആക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഈ വാഹനങ്ങൾ മുഴുവൻ അതാത് പാറമട തന്നെ കൃഷി തന്നെ ഇടാനുള്ള. രാവിലെ 8:30 കിഴക്കേക്കര മണിയംകുളം കവലയിൽ വെച്ച് വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൻ്റെ വാഹനത്തിലേക്ക് ഒരു ടോറസ് ലോറി പാഞ്ഞു കയറുന്നു. നിരവധിയായിട്ടുള്ള കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ റൂട്ട് അപകട കെണിയായി മാറിയിരിക്കുകയാണ്. കോട്ടപ്പുറം കവലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഒരു പാറമടയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ടോറസ് ലോറികളാണ് രാവിലെ 7 മണി മുതൽ തന്നെ ഈ റൂട്ടിലൂടെ മരണപ്പാച്ചിലുമായി രംഗത്തുള്ളത്. തീർച്ചയായും വലിയ അപകടക്കണിയാണ് ഈ റോഡിൽ ഉള്ളത്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ, രക്ഷിതാക്കളുടെയും സ്കൂളുകാരുടെയും എല്ലാം നിരന്തരമായിട്ടുള്ളൊരു ആവശ്യമാണ്. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരിയുടെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷം ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലിറ്റൻ പള്ളിയിൽ നടന്നു. മാർ ജോർജ് കോച്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ
വചന സന്ദേശം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ആമുഖ പ്രസംഗം നടത്തി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, ബിഷപ്പുമാരായ മാർ ജോർജ് രാജേന്ദ്രൻ, മാർ തോമസ് പാടിയത്ത്, മാർ ജോസ് പുളിക്കൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻ്റണി എത്തക്കാട്ട്, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, അസംഷൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ റാണി മരിയ, SH കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ സിസ്റ്റർ കാതറീൻ, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ PV ജെറോം എന്നിവർ പ്രസംഗിച്ചു. ഡോക്യുമെൻ്ററി പ്രദർശനം, മംഗളപത്ര സമർപ്പണം, പുസ്തക പ്രകാശനം, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. ഈ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ യോജിക്കുവാൻ പാടില്ല. ഇപ്രകാരം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് പിന്നീടുള്ളത് സഭയോടും സഭാനാഥന്മാരോടും കൂട്ടായ്മയോടുമുള്ള പ്രതിബദ്ധതകളാണ്. അതുകൊണ്ട് ഈ അതിരൂപതയിൽ അപ്രകാരം അനുഷ്ഠിച്ചു പ്രവർത്തിച്ച രണ്ടുപേർ ഉന്നത പദവികളിലേക്ക് സ്വീകരിക്കപ്പെട്ടിരുന്ന വരികളെ തീർച്ചയായിട്ടും അതിരൂപതയ്ക്ക് അഭിമാനിക്കാം. അതിരൂപതി അവരെ സ്നേഹങ്ങൾ കാട്ടുകയും ഇതാണ് അതീവമായ ബുദ്ധിശക്തിയുണ്ടെന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ വിവേകം, അവിവേകപരമായിട്ടുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ പിതാവിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വാക്കും സൗഹൃദ സമ്മേളനങ്ങളിൽ പോലും അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ പിതാവ് മിതത്വം പാലിച്ചു സംയമനത്തോടുകൂടിയ ചങ്ങനാശ്ശേരിക്കാരന്മാരായാലും ഈ സഭയിലെ പിതാക്കന്മാരായാലും റോമിലെ അധികാരികളായാലും എല്ലാവരോടുമുള്ള ആ വിധേയത്വവും ആ കൂട്ടായ്മയും പുലർത്തുന്നതിൽ എനിക്ക് പോലും മാതൃകയായിരുന്നു കൊച്ചെത്തിയതാണെന്ന് പറഞ്ഞാൽ അതൊരു സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആള് അതുകൊണ്ട് തന്നെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള വളരെയേറെ ദാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.